മൺസൂൺ ഓഫർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL, എറിയാട്, കാര, അസ്മാബി കോളേജ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെയും BJP എസ്എംപുരം കിഴക്കൻ മേഖലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തക വിതരണവും തൊഴിലുറപ്പ് അമ്മമാർക്കുള്ള മഴക്കോട്ട് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്ഥാനം കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സംസ്ഥാനമാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ആഗോള ശരാശരി നോക്കിയാൽ സാക്ഷരതയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും നാം മികച്ച നേതൃത്വം നൽകിയ ഒരു സംസ്ഥാനമാണ്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ, പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റെഗുലർ കോളേജുകളിലും നമ്മുടെ പ്രധാനപ്പെട്ട സ്കൂളുകളിലുമൊക്കെയുള്ള അവസ്ഥ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം സമ്പൂർണമായ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിലവാര തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂപ്പുകുത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സർവകലാശാലകളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും രാഷ്ട്രീയമായ അതിപ്രസരത്തിൻ്റെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ആധുനിക കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതും കാരണം കേരളം പിറകോട്ടടിക്കുകയാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ പലതും സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലും താഴെ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ഫലപ്രദമായ ഇടപെടലുകളിലൂടെ, സർക്കാരുകളുടെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ അവർ അതിവേഗം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണിപ്പോൾ. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഗവേഷണം നടത്താൻ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ആരും വരുന്നില്ല, നമ്മുടെ കുട്ടികൾ തന്നെയില്ല. നമ്മുടെ റെഗുലർ കോളേജുകളിൽ പോലും പകുതി ക്ലാസ്സുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ ഈ മൈഗ്രേഷൻ, തലച്ചോറ് മുഴുവൻ പുറത്തു പോവുകയാണ്. വിദ്യാഭ്യാസത്തിനും തൊഴിലവസരത്തിനും നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ കേരളം വിടുകയാണ്. അതിനുള്ള കാരണം കാലത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കുക. വിവേകാനന്ദ സാംസ്കാരിക സമിതി പ്രസിഡന്റും BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റുമായ AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സ്വരൂപ് പുന്നത്തറ സ്വാഗതം ആശംസിച്ചു. തൊഴിലുറപ്പ് അമ്മമാർക്ക് ആലപ്പുഴ BJP മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. +2 ഉന്നത വിജയം നേടിയവരെ BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് പുരസ്കാരങ്ങൾ നൽകി. SSLC ഫുൾ A+ നേടിയവരെ BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. BJP എടവലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി പഠന സഹായ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുബീഷ് ചെത്തിപ്പാടത്ത്, രാജൻ പടിക്കൽ, BJP മുൻ ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് PS അനിൽകുമാർ, സെൽവൻ മണക്കാട്ടുപടി, ആല UPS ഹെഡ്മിസ്ട്രസ് ഷക്കീല, BJP എസ്എൻപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് ഷിജു വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ശോഭന, സോമന്ത എന്നീ അമ്മമാരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ